ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഒന്ന് മുറിച്ച് നോക്കാം. മൂത്തതാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പുഴുക്കുണ്ടാക്കണതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കളറ് കണ്ടിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചക്കയെല്ലാം വെട്ടിയൊരുക്കി ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തു. പുഴുക്കിന് ഞാൻ ഇങ്ങനെയാണ് അരിയാറ്. പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും എനിക്കിത് ഇത്രയും ആവശ്യമില്ല പുഴുക്ക്. പിന്നെ ബാക്കി ഞാൻ ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ വയ്ക്കും. ഒട്ടും കേടാവാറില്ല. ഇതുപോലെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ ഇതിനൊരു ചെറിയ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം എടുത്തു. അതിനകത്തേക്ക് ഉപ്പ് പൊടി കലക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കും. എന്നിട്ട് ഇത് ഞാൻ ചക്കയ്ക്കകത്തേക്ക് ഒഴിക്കും. ചില ചക്കയ്ക്ക് വേവ് കൂടുതലുണ്ട്, ചില ചക്കയ്ക്ക് വേവ് കുറവ്. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചക്ക അധികം വെള്ളത്തിലല്ല വേവിക്കുന്നത്. ഇത് അധികം വെള്ളമില്ല. ഇനി ഇത് ഞാൻ വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. 2 കറിവേപ്പില ഇട്ടു. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. ചക്ക വേവുമ്പോഴേക്കും നമുക്കിതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ ഒരു 2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഇത് ഇത്രയും കുരുമുളക്, ഒരു 10 കുരുമുളക് കാണും, ജീരകം, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം ഒതുക്കിയെടുക്കണം, അരയരുത്. വെള്ളം പറ്റിയില്ല, പറ്റാറായി, പകുതി വേവായി. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ, ഒതുക്കി വച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഈ അരപ്പും കൂടെ ഒന്ന് ചൂടാകണം. അപ്പോഴേക്ക് ഈ തേങ്ങയുടെ വെള്ളം കൊണ്ട് ബാക്കിയും കൂടെ വെന്തോളും. അത് ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആയിക്കോളും. ഒക്കെ നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്ത് വെള്ളമൊക്കെ പറ്റി നമുക്കിത് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോൾ നമുക്ക് ഒരു പച്ചവെളിച്ചെണ്ണ, ലേശം പച്ചവെളിച്ചെണ്ണ, കറിവേപ്പില ഇത് ഇളക്കി നോക്കണം. സ്വാദുള്ള ചക്കപ്പുഴുക്ക് റെഡിയായി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും. ഇങ്ങനെ എല്ലാവരും വ്യത്യസ്ത രീതി ഉണ്ടായിരിക്കും. ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ചക്കപ്പുഴുക്കും ചിക്കൻ കറിയാണ് കോമ്പിനേഷന്. ഞാനിപ്പോൾ മാങ്ങാച്ചാറാണ് കൂട്ടിയാണ് കഴിക്കുന്നത്. ഓക്കെ, ബൈ.